ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ നിന്റെ സ്വസ്ഥത കളയണ്ട മോളെ. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോക്കിയാത്ത എനിക്ക് എന്തിനാണ് ഈ പരീക്ഷണങ്ങള്? ഞാൻ എന്ത് മഹാപാപം ചെയ്തു? അമ്മേ, എന്റെ ഈശ്വരാ, എന്താ അമ്മ ഇത്? ഇതൊരു വലിയ തെറ്റാണെന്ന് ചിന്തിക്കുമ്പോഴാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എനിക്ക് അമ്മയോട് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ അമ്മയും അച്ഛനും. എന്താ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൂടെ? അല്ല മോളെ, എന്റെ ഏജ്. എന്റെ ഏജ്? അമ്മയ്ക്കും ഏജ് ഓവർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? അമ്മ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഇതമ്മ പോസിറ്റീവായി കാണും, നെഗറ്റീവായിട്ട് കാണാതെ. മനസ്സിലൊരു ബോംബ് സൂക്ഷിക്കും പോലെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡേഞ്ചറാ. അമ്മേ, നമുക്കിത് എത്രയും പെട്ടെന്ന് മുത്തശ്ശി അറിയിക്കണം. അയ്യോ വേണ്ട മോളെ. വേണം. കണ്ണുകള് മൈക്രോസ്കോപ്പാക്കി നടക്കുന്നവരാ അമ്മായിയും മാലതി ചെറിയമ്മയും. അവരിത് മണത്തറിഞ്ഞ നാറ്റിക്കും. അതിനു മുൻപ് മുത്തശ്ശിയോട് നമുക്കിത് പറയാം. മോളെ വേണ്ടടാ. ഒന്നും പേടിക്കണ്ട അമ്മേ. ഒളിച്ചു വെക്കുന്നോറും അപകടം കൂടും. മുത്തശ്ശിയോട് പറയുന്നത് തന്നെയാ നല്ലത്. എന്റെ മോളെ, അമ്മ പേടിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. വാ, ഞാനല്ലേ പറയുന്നത്. വാ വാ. അമ്മ കഴിക്കുന്നില്ലേ? അവര് കൂടി വരട്ടെ. അതല്ലേ മാലതി അതിന്റെ ശരി. എടി, എന്നെ പേടിച്ചിട്ട് തല കുലുക്കണ്ട. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ജഗദീശേട്ടൻ പറഞ്ഞത് ശരിയാ. വാ അമ്മേ, വാ. ഹേയ്, എടുത്തി വെള്ളം വേണ്ട. വാ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. അത് മതി മോളെ, നീ അവിടെ പോയി ഇരിക്കേ. ഇരിക്കേ? ചെല്ലേ. മാലതി, വിളമ്പിക്കൊടുക്ക. ഒരാള് ഇവിടെ അബോർഷന് ശ്രമിക്കുന്നുണ്ട്. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടുത്ത് ഇപ്പൊ കാണിക്കുന്നത്. നിർത്തടി. എവിടുന്ന് പഠിച്ചു നീ ഇത്തരം വൃത്തികേടുകൾ പറയാനായിട്ട്? ആരോട് എന്ത് സംസാരിക്കണോന്ന് നിനക്ക് അറിയില്ലേ മോളെ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ അമ്മേ. അത്രയ്ക്ക് നിലവാരമില്ലാത്ത തമാശയൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഞങ്ങൾ ആരും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. മോളെ, എടുത്തി. ചിലതിങ്ങനെ മറ്റുള്ളവരെ കരയിപ്പിക്കാതെ അവർക്ക് ഉറക്കം വരികയല്ല.
എന്താ അമ്മ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കേട്ടില്ലേ മോളെ, ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇവരുടെ ഇടയിൽ നാണം കെട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അമ്മ കരയാതമ്മേ. പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്യും? ഇതറിഞ്ഞ ഇനി അങ്ങോട്ട് കളിയാക്കലുകൾ മാത്രമായിരിക്കും. ഗ്രൂപ്പ് തിരിഞ്ഞു മാറിയിരുന്നുള്ള നാണം കെടുത്തലുകൾ. തറവാടിന് നാണക്കേട് വരുത്തി എന്ന് പറഞ്ഞ് അമ്മയും ഒരു പക്ഷെ എനിക്കെതിരെ വരും. ന്യായമായ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണെങ്കിൽ സ്ഥലത്തും ഇല്ല. ഞാൻ ഒറ്റപ്പെട്ടു മോളെ. എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തും. എന്നെയും എന്റെ കുഞ്ഞിനെയും ഇവരാരും ഒരിക്കലും അംഗീകരിക്കില്ല. അമ്മയുടെ കൂടെ ഞാനില്ലേ? അമ്മയുടെ ഈ മകള്. ഈ കാര്യം പറഞ്ഞ് നിന്റെ ഉള്ള സമാധാനം കൂടി പോവും മോളെ. എനിക്ക് വേണ്ടി ഇടപെട്ട് നീ നിന്റെ സ്വസ്ഥത കളയണ്ട മോളെ. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാത്ത എനിക്ക് എന്തിനാണ് ഈ പരീക്ഷണങ്ങള്? ഞാൻ എന്ത് മഹാപാപം ചെയ്തു? അമ്മേ, മുത്തശ്ശൻ പലപ്പോഴും പറയാറില്ലേ, ചില കഷ്ടതകൾ വരുന്നത് പല നന്മകൾക്കും വേണ്ടിയാണെന്ന്. എന്തായാലും അമ്മ എങ്ങനെയും മനസ്സിനെ നിയന്ത്രിക്കണം. അമ്മേ, ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ദൈവം ഒരു വഴി കാണിച്ചു തരും.